സ്നേഹത്തിനായി നിന്നോട് സ്തോത്രം. ഈ പ്രദേശങ്ങളിൽ ജനങ്ങൾ താമസിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ ഇന്നയോളം അങ്ങനെ ലഭിച്ച എല്ലാ നന്മകൾക്കും നടത്തികൾക്കുമായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പുതിയൊരു ആലയം അതിൻ്റെ അടിസ്ഥാന കല്ല് സ്ഥാപിച്ച് അതിൻ്റെ ഫൗണ്ടേഷൻ പണികൾ പൂർത്തീകരിപ്പാൻ തക്കവണ്ണം അങ്ങോട്ട് കൃപ ചെയ്തിരിക്കുന്നു. അതിനായി നിന്നോട് സ്തോത്രം. ഇന്ന് അതിൻ്റെ കട്ടള വെച്ച് തുടർന്നുള്ള പണികൾ തുടരുമ്പോൾ അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ ഞങ്ങൾക്ക് ഒരു കാര്യവും ചെയ്യുവാൻ സാധിക്കില്ലല്ലോ. അതിനാൽ ഞങ്ങൾ അങ്ങയുടെ തിരുമത്തേക്ക് നോക്കുകയും അങ്ങനെ തന്നെ ശരണപ്പെടുകയും ചെയ്യുന്നു. സഹായിക്കണം, കൃപ ചെയ്യണം. ഇന്നത്തെ ശുശ്രൂഷയിൽ അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യത്താൽ നടക്കണമേ. ഇതിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരെയും ശുശ്രൂഷകളെ ശക്തിയിരിക്കും ബലപ്പെടുത്തുകയും ചെയ്യണമേ. മാനവമഹത്വമെല്ലാം അങ്ങ് മാത്രം എടുക്കണം. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. ദൈവത്തെ വന്ദിപ്പി മർത്യരെ മഹത്വം അവനു കൊടുപ്പിൻ സ്വരത്തെ ഉയർത്തുവിൻ. മശിഹ രക്ഷ ഇന്ന് നമ്മൾ പണി ആരംഭിച്ചിരിക്കുന്ന ദേവാലയത്തിൻ്റെ കട്ടള വെച്ച് തുടർന്നുള്ള പണികൾ അപ്പോൾ നമ്മൾ ഒരുങ്ങുവാകുന്നുവല്ലോ.
പ്രത്യേകിച്ച് മഴയുടെ പ്രത്യേകമായ ഒരു കാലഘട്ടമാകുന്നു ഇത്. എങ്കിലും വളരെ ശാന്തമായ അന്തരീക്ഷം നമുക്കിപ്പോൾ ഉണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിച്ച് നമുക്ക് കട്ടളവെപ്പ് ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളിവിടെ ആദ്യത്തെ പ്രാർത്ഥനയും വേദഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് കട്ടള വെക്കുന്ന അവിടെ പോയി കട്ടള വെച്ചതിന് ശേഷം തിരികെ നമ്മളിവിടെ വന്ന് പ്രാർത്ഥിച്ചാണ് അവസാനിപ്പിക്കുന്നത് എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. വളരെ സന്തോഷത്തോടെ നിങ്ങളെ ശുശ്രൂഷിക്കാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. നമുക്ക് പരിശുദ്ധ തൃത്വനാമത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഞങ്ങളെ അതിരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നീ സ്വർഗങ്ങൾക്ക് മീതെ ഉന്നതനായിരിക്കുന്നുവെങ്കിലും നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നീ സമീപസ്ഥനാകുന്നുവല്ലോ. അങ്ങയുടെ നാമമഹത്വത്തിനായി അങ്ങേ ആരാധിക്കുവാനായി യോഗ്യവുമായ ഒരു ആലയം പണിവാൻ അങ്ങോടൊന്ന് ഞങ്ങൾക്ക് അതിന് തുടക്കം കുറിപ്പാൻ സാധിച്ചിരിക്കുന്ന കൃപയ്ക്കായി സഹായിച്ചിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അതിൻ്റെ കട്ടള വെച്ച് അതിൻ്റെ പണികൾ തുടരുമ്പോൾ അങ്ങയുടെ കൃപയ്ക്കും കരുണയ്ക്കും വേണ്ടി ഞങ്ങൾ അങ്ങയുടെ അടുത്ത് വരുന്നു. ഈ ശുശ്രൂഷ ഞങ്ങളുടെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടായിരുന്ന അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങളുടെ ഇടയിൽ എഴുന്നള്ളി വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ശുശ്രൂഷക്കാരനെ ബലപ്പെടുത്തുകയും അനുഗ്രഹിച്ച ഞങ്ങളെ പറഞ്ഞേക്കുകയും ചെയ്യണമേ. മാനവമോത്തിൽ അങ്ങ് മാറ്റെടുക്കണമേ. യേശുനാഥ് പ്രാർത്ഥിക്കുന്നത് ദയോടെ കേൾക്കണമേ. ആമേൻ. നിൽക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കീർത്തന വേദഭാഗം വായിക്കാം. തുടർന്ന് വേദഭാഗം വായിക്കാം. സങ്കീർത്തനം 24. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പട്ടണത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ, അവൻ യഹോവയുടെ അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോവിൻ്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതവുകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതവുകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആർ? സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ. വേദഭാഗം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക്
ആത്മികന്മാരോട് എന്ന പോലെ അല്ല, ജഡികന്മാരോട് എന്ന പോലെ. ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാൽ അത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡികന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലോ. ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പൊല്ലോസ് ആർ, പൗലോസ് ആർ തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരത്രേ. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കിയ ദൈവമല്ലാതെ നടന്നവനും നനയ്ക്കുന്നവനും ഏതുമല്ല. നടന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ, ഓരോരുത്തനും താന്താന്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം അവസാനിക്കുന്നു. എല്ലാവർക്കും എഴുന്നേറ്റ് നമ്മുടെ വിശ്വാസത്തിന്റെ സിംഗിൽ അപ്പോസ്തലിക വിശ്വാസ പ്രമാണത്തിന് വാക്കുകൾ സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും അവന്റെ നമുക്ക് ചേർന്ന് ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമെന്നുള്ള ഗീതത്തിന്റെ ചരണങ്ങൾ പാടി കട്ടള വെക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാം. കട്ടള വെച്ചതിന് ശേഷം പ്രാർത്ഥന കഴിഞ്ഞ് വീണ്ടും നമ്മളിവിടെ ലോകം ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ ദൈവയുടെ ശക്തികൾ നശിക്കുമേ വരും യേശുവിൻ നാമത്തിൽ പൂരിക്കുമേ അതു ബഹു സന്തോഷമേ.
കയറിയുന്നു. ഇങ്ങോട്ട് ഇരുന്നു. സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. തമ്പുരാനെ, അടിയങ്ങൾക്ക് ഒരുമിച്ച് ഈ പുതിയ ദേവാലയം പണിയുന്ന ഈ അങ്കണത്തിൽ കടന്നു വരുവാനും പുതിയ ദേവാലയത്തിന്റെ തറയിൽ നിൽക്കുവാനും ഒരു പുതിയ ദേവാലയത്തിന് വേണ്ടി ഒരു പ്രധാന വാതിൽ സ്ഥാപിക്കുവാനും അടിയങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവെ, അങ്ങ് ഇത്രത്തോളം ഞങ്ങളെ അങ്ങ് വഴി നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു ആഗ്രഹം മാത്രമായിരുന്നു കർത്താവെ. എന്നാൽ അവിടുത്തെ കൃപയാൽ, അവിടുത്തെ ദയയാൽ തമ്പുരാനെ, ഈ ദേവാലയത്തിന്റെ പണി ആരംഭിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇത്രത്തോളം ഞങ്ങളെ അങ്ങ് ജയോത്സവമായി നടത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഇല്ലായ്മകളിൽ, ഞങ്ങളുടെ കണ്ണുനീരിൽ തമ്പുരാനെ അങ്ങ് ഞങ്ങളെ ചേർത്ത് നിർത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ 50 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ പിതാക്കന്മാര് ഈ ദേശത്ത് കർത്താവർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഒരു മനോഹരമായ ഒരു ദേവാലയം അവരാൽ കഴിയുന്ന പോലെ അവർ സ്ഥാപിച്ചുവല്ലോ. കർത്താവെ, ഈ കാലഘട്ടത്തിൽ കർത്താവ് അതിന് അറ്റകുറ്റം വന്നിരിക്കുന്നത് കൊണ്ട് കർത്താവെ, അടിയങ്ങൾക്ക് കർത്താവ് ഒരു പുതിയ ദേവാലയം ആവശ്യമായി വന്നുവല്ലോ. കർത്താവെ, ഇത്രത്തോളം ഞങ്ങളെ അങ്ങ് ജയോത്സവമായി നടത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ മുൻപിൽ നടന്നുപോയ ഞങ്ങളുടെ പിതാക്കന്മാരെ, ഞങ്ങളുടെ മാതാക്കളെ ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. അവരുടെ വിശ്വാസത്തെ പിന്തുടരുവാൻ അടിയങ്ങളെ അങ്ങ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ബലഹീനരായ അടിയങ്ങളെ ഒരു പുതിയ ദേവാലയ നിർമ്മിതിക്ക് വേണ്ടി ഞങ്ങളെ ശക്തീകരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുറവുകളൊന്നും ഓർക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചത് കൊണ്ട് മാത്രമാണ് ദൈവമേ ഇത്രത്തോളം ഞങ്ങളെ അങ്ങ് ഇത്രത്തോളം എത്തുവാൻ കാരണമായി തീർന്നത്. നാഥ, ഇന്ന് കർത്താവ് പുതിയ ദേവാലയത്തിന്റെ കട്ടള വയ്ക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവ്, അഭിവന്ദ്യ തിരുമേനിയെ അങ്ങ് കൂട്ടിവരുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രിയദാസനിലൂടെ ഇന്ന് ഈ മഹത്വകരമായ ശുശ്രൂഷകൾക്ക് വേണ്ടി കർത്താവ് അനുകൂലമായ ഒരു സാഹചര്യങ്ങൾ അങ്ങ് ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് മുൻപിൽ കർത്താവെ അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു നാഥ. കർത്താവെ, ഇസ്രായേൽ ജനത്തെ ചെങ്കടലിന്റെ നടുവിൽ കൂടി നടത്തിയതുപോലെ അടിയങ്ങളെയും അങ്ങ് ഈ പ്രതികൂലങ്ങളിൽ കൂടി അങ്ങ് നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തിരുമേനിയെ തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചമ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദാസിയുടെ ശുശ്രൂഷകളെ അങ്ങ് മാനിച്ച് അനുഗ്രഹിക്കണമേ. ജെറോമോസിനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ തിരുമേനിയോടൊപ്പം കടന്നു വരുവാൻ പ്രിയമകനെ അങ്ങ് ശക്തീകരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. കടന്നു വന്ന എഞ്ചിനീയർക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രിയമകന്റെ ആശയങ്ങൾ കർത്താവെ ഈ ദേവാലയത്തിന്റെ പുനർനിർമ്മാണത്തിന് ഉതകുന്നതായി തീർന്നുള്ള സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതുപോലെ കർത്താവ്, പ്രിയ ബയ്യു സഹോദരനെ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ. ഈ പണികൾക്ക് നേർത്തു നൽകുവാൻ പ്രിയ മക്കളെ അങ്ങ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ചേർന്ന് പണിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സൂപ്പർവൈസർ വിഷ്ണുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. മേസ്ത്രി ദേവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആശാരി മണിമേസ്ത്രിക്ക് വേണ്ടി ആശാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരൊക്കെയും കൂട്ടിവരുത്താനായി സ്തോത്രം ചെയ്യുന്നു കർത്താവിനോട് ചേർന്ന് പണിയുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. അവരെ അങ്ങ് അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദേവാലയത്തിന്റെ ചർച്ച് കമ്മിറ്റി അംഗങ്ങളെ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ബിൽഡിംഗ് കമ്മിറ്റി അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ. എല്ലാ വിശ്വാസികളെ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. പുതിയ തലമുറയ്ക്ക് വേണ്ടി കർത്താവെ അവരും സന്നിഹിതരായിട്ടുണ്ടല്ലോ, അവരെ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു നാഥ. ശുശ്രൂഷകൻ അടിയനെ അങ്ങ് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. തമ്പുരാനെ, ഇന്നത്തെ ശുശ്രൂഷ ഏറെ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് തുടർന്നുള്ള ശുശ്രൂഷകളെ സമർപ്പിക്കുന്നു നാഥ. തമ്പുരാനെ, പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കട്ടള നാം ഈ ദേവാലയത്തിനായി ശുദ്ധീകരിച്ച് വേർതിരിക്കുന്നു. ആമേൻ. ഇവിടെ ചാന്തിടാമോ? ചാന്ത് ഇത് ഒരു കട്ടള വെക്കുന്നിടത്തെ ഒന്ന് ചാന്തിട്ട് എൻ്റെ കറക്റ്റ് പൊസിഷൻ. കറക്റ്റ് പൊസിഷൻ ഏതാ നോക്കിയിട്ട് മണ്ണ് കൂടെ
ഇന്നത്തെ വെപ്പ് താഴെ അത് അവിടെ ഇങ്ങോട്ട് വരച്ചിട്ട് ഓക്കെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എല്ലാവരും ചേർന്ന് ഇതൊന്ന് നിർത്തിക്ക് കട്ടില നിർത്തിക്ക്. കൈക്കാരന്മാർ, കമ്മിറ്റിങ്ങൾ, പ്രായമുള്ളവർ, ശുശ്രൂഷകർ, മിസ്ത്രിമാർ, സംഘടനകൾ എല്ലാവരും ചേർന്ന് വളരെ ശ്രദ്ധയോടെ ചെയ്യണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇതിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് ഇവിടെ മിസ്ത്രിമാരൊന്ന് നോക്കണം. കറക്റ്റ് വെച്ചിട്ട് രണ്ട് ചെറിയ പലപ്പിച്ച് രണ്ട് ചെറിയ പലപ്പിച്ച് ഇവിടെ നിൽക്കുന്നവർ സൈഡിലേക്ക് നിന്നോണം കേട്ടോ. പുറകെ നിൽക്കുന്നവർ സൈഡിലേക്ക് നോർത്ത് വരും. വളരെ സാവധാനത്തിൽ എൻ്റെ പൊസിഷൻ നോക്കിയത് കുറച്ച് അങ്ങോട്ട് പിടിച്ചാണേ. ശക്കല അങ്ങോട്ട് നീങ്ങി നോക്കി. ഇത് ഇങ്ങോട്ട് ഇതാകുമ്പോ കറക്റ്റ് മതി. അവിടെ ശക്കല ഫ്രണ്ടിലോട്ട് വരണം. ഓക്കെ. കയറണ്ടേ? ഒന്ന് പിടിച്ചോണേ. ഓക്കെ, പിടിച്ചോണേ. വിടരുത്, എല്ലാവരും വിടരുതേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കട്ടള നാം സ്ഥാപിക്കുന്നു. ആമേൻ. കർത്താവേ, പരിശുദ്ധ പിതാവേ, അവിടുത്തെ വലിയ കൃപയാൽ ഞങ്ങൾക്ക് ഇന്ന് ഈ ദേവാലയത്തിൻ്റെ തുടർന്നുള്ള നിർമ്മാണത്തിനായി ഈ പ്രധാന വാതിലിൻ്റെ കട്ടള വെപ്പാൻ അങ്ങോട്ട് ഭാഗ്യം തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ അങ്ങിൽ തന്നെ ആശ്രയിക്കുകയും ശരണപ്പെടുകയും ചെയ്യുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ പണികൾ യാതൊരു വിധമായ മുടക്കവും കൂടാതെ, തടസ്സം കൂടാതെ, ഏറ്റവും മനോഹരമായും ബലവത്തായും പണി പൂർത്തീകരിപ്പിടുവാൻ സഹായിക്കണം. പണിയിലേർപ്പെടുന്ന എല്ലാം നമുക്ക് ഒരുപോലെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, സഭയെ അനുഗ്രഹിക്കണം. ദേശത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അങ്ങേ ആരാധിപ്പാൻ ഒരിടം മനോഹരമായ ആലയം ഇവിടെ വരുമ്പോൾ അത് ദേശത്തിന് എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ ഇടയാകണം. എൻ്റെ ആലയം സകല ജനങ്ങൾക്കും സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് എഴുതിയിരിക്കുന്നല്ലോ. കർത്താവെ, അത് അപ്രകാരം തന്നെ ആയിരിക്കാനും എല്ലാവരും അങ്ങയാൽ അനുഗ്രഹിക്കപ്പെടുവാനും അങ്ങനെ ആലയം അതിന് കർത്താവെ മുഖാന്തരമായി തീരുവാൻ ഇടയാക്കണം. മഹത്വം മാത്രം എടുക്കണമേ. യേശുനാഥ് പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കണമേ. ആമേൻ. ടൈറ്റ് ചെയ്യുന്നു. നിൻ സർവന മകൾക്കായി ഞാൻ എന്തോ ചെയ്
നീനക്ക് ശോപരായിപ്പോൾ എന്തോ ചെയ്യേ നീനക്ക് ശോപരാ നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നിറയുന്നേൻ ആമോടെ സ്തുതി പാടിടുന്നേൻ ദേവ സന്നാമോടെ സ്തുതി പാടിടുന്നേ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ദൈവമേ, തിരുനാമത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന സ്ഥലങ്ങളെ നീ വിശേഷാൽ ശുദ്ധീകരിക്കുന്നുവല്ലോ. ഇവിടെ പണിയുന്ന കെട്ടിടം നിന്റെ ബഹുമാനത്തിലുള്ള ഒരു മന്ദിരമായി തീരുവാൻ അതിന്മേൽ നിന്റെ കൃപ പകരണമേ. നീ ഇതിന്റെ അടിസ്ഥാനമായിരിക്കുന്ന പ്രകാരം ഇതിന്റെ പരിപാലകനുമായിരിക്കണമേ. ഇവിടെ ശത്രുവിന്റെ ശക്തി പ്രബലപ്പെടരുതേ. ഒരിടയന്റെ കീഴിൽ ഒരു കൂട്ടമായി ഞങ്ങൾ യാതൊരു ദോഷചിന്തയാലും മത്സരഭാവത്താലും ഭിന്നിച്ചു പോകാതെ നിന്റെ വാഴ്ത്തപ്പെട്ട ആത്മാവിന്റെ ശക്തിയാലും സഹായത്താലും നിന്നെ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും സത്യദൈവഭക്തിയിലും ഈ സ്ഥലത്ത് എപ്പോഴും ആരാധിക്കുമാറാകണമേ. ഇവിടെ നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്റെ മുഖപ്രകാശം കാണുവാനും നിന്റെ സ്വർഗീയ കൃപയുടെ പൂർണ്ണത കൊണ്ട് നിറയപ്പെടുവാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ അരുളണമേ. ആമേൻ. കർത്താവേ, ഇവിടെ സത്യവിശ്വാസവും ദൈവഭക്തിയും സഹോദര സ്നേഹവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയാലും സ്തുതിയാലും ഇപ്പോൾ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്ഥലം നിന്റെ നിരന്തര സാന്നിധ്യത്താൽ അനുഗ്രഹിക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം തന്നെ അവന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. യേശു ക്രിസ്തു തന്നെ പ്രധാന മൂലക്കല്ലായി അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിന്മേൽ തിരുസഭയെ പണിതിരിക്കുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അവരുടെ ഉപദേശത്താൽ ആത്മാവിൻ്റെ ഐക്യതയിൽ ഒരുമിച്ച് ചേർക്കപ്പെട്ട് നിനക്കിഷ്ടമുള്ള ആലയമായി തീരുവാൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഉണ്ടാകട്ടെ. ഇന്ന് ഇപ്രകാരം നമുക്ക് നമ്മുടെ ദേവാലയത്തിൻ്റെ തുടർന്നുള്ള പണികൾ, ആദ്യം നമ്മൾ കല്ലിട്ടു, പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയായിരുന്നു അത്. അതിന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടുവാനിടയായി തീർന്നു. തുടർന്ന് അതിൻ്റെ ഫൗണ്ടേഷൻ പണികൾ തീർന്നു. സൈറ്റ് ലെവൽ ചെയ്ത് ഫൗണ്ടേഷൻ പണികൾ തീർന്ന് അതിൻ്റെ കട്ടള ഇന്ന് വെച്ചിരിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിച്ച് വളരെ സന്തോഷത്തോടെ നമ്മളിവിടെ വന്നു. സന്തോഷത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്തിരിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ പണികൾ മുടക്കം കൂടാതെ നടത്തപ്പെടണം. ബലവത്തായും മനോഹരമായിട്ടും പണികൾ പൂർത്തീകരിക്കപ്പെടാനുണ്ട്. അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, അവിടെ ഇത് ഒരു സമയത്ത് നമുക്ക് ഒരു ആഗ്രഹം മാത്രമായിരുന്നു, അല്ലേ? ആഗ്രഹം അല്ലെ ഒരു സ്വപ്നം എന്നൊക്കെ വേണം പറയാം. ഇന്നത് അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളൊന്ന് തുടക്കം അതിനെ കുറിച്ച് കഴിഞ്ഞു. ഒരു ദേവാലയം എന്ന് പറയുന്നത് അതിൻ്റെ മനോഹാരിത, അതിൻ്റെ ഉറപ്പ്, അതിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ പേര് പോലെ തന്നെ ദൈവവുമായുള്ള ബന്ധത്തിലാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം ആർക്കാണ്? ദൈവവുമായുള്ള ബന്ധം അവിടെ ആരാധിക്കാൻ പറ്റുന്ന ജനങ്ങളാണ്. അപ്പം ജനങ്ങളും വിശ്വാസികളും ദൈവമക്കളും ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ഈ സഭയുടെ നിലനിൽപ്പിന് ആധാരം എന്ന് പറയുന്നത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 2-3 മാസം ഈസ്റ്ററിൻ്റെ സമയത്ത് ഓസ്ട്രേലിയയിൽ പോയിരുന്നു. അവിടെ 3-4 പള്ളിയിൽ പോകാൻ 2-3 പള്ളിയിൽ പോകാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ അവിടെ നമ്മുടെ സ്നേഹമുള്ള ബിജു ജോസഫ് അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്ന മെൽബൺ പള്ളിയിൽ, അവിടെ ആംഗ്ലിക്കൻ ചർച്ചിലാണ് നമ്മുടെ ആരാധന നടക്കുന്നത്. ആംഗ്ലിക്കൻ പള്ളി നമ്മുടെ ഏതാണ്ട് ഈ പള്ളിയുടെ അത്രയും അതിനൊക്കെ അല്പം കൂടെ വലുപ്പമുണ്ട്. വലിയ സ്തൂപം അങ്ങനെയുള്ള ഇതൊന്നും ഒരു പള്ളിയല്ല, വളരെ പഴക്കമുള്ളൊരു പള്ളിയാണ്. പക്ഷേ നമ്മുടെ സാധാരണ ഒരു ദേവാലയം പോലെയുള്ള പള്ളി. അതൊക്കെ നല്ല രീതിയിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ പള്ളിയിൽ ഏതാണ്ട് 50 വർഷം അവിടെ ആ പള്ളി സ്ഥാപിക്കപ്പെട്ടു. നമുക്കവിടെ മലയാളം ആരാധന എന്ന് പറഞ്ഞ് വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ ആ പള്ളി ആ സഭയുമായിട്ടുള്ള അവരുടെ വിശ്വാസപരമായിട്ടുള്ള
അല്ലെങ്കിൽ തിയോളജിക്കൽ പരമായ വേദശാസ്ത്രപരമായ ഉപദേശത്തിൽ വന്ന ഒരു നമുക്കൊരു ചേർച്ചക്കുറവ് തോന്നിയുകൊണ്ട് അവിടുത്തെ വിശ്വാസികൾ പറഞ്ഞു നമുക്ക് ഈ പള്ളിയായിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണ്ട പള്ളിയിൽ നിന്ന് ആ സഭയായിട്ട് നമുക്ക് ചേർന്ന് പോകണ്ട എന്ന് പറഞ്ഞ് അവർ വേറെ ആ ആരാധന അവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലം ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സഭ അവിടെ ഒരു ആലയമുണ്ട് എന്ന് ആംഗ്ലിക്കൻ പള്ളി ഉണ്ടെന്ന് അറിഞ്ഞു. ഈ ആംഗ്ലിക്കൻ പള്ളിയിലെ അതിൻ്റെ ചരിത്രം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആളുകൾ വന്ന് താമസം തുടങ്ങി ആരാധന ആരംഭിച്ചു. ആംഗ്ലിക്കൻ ആരാധനയാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർ കാലക്രമേണ അവരെല്ലാം അന്നുണ്ടായിരുന്ന ആൾക്കാരെല്ലാം തീർന്നു പോയി. അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ആംഗ്ലിക്കന്മാരെന്ന് പറഞ്ഞാൽ 2 പേരേ ഉള്ളൂ. 2 ലേഡീസാണ് അവിടെ. വളരെ പ്രായമുള്ള 2 അമ്മച്ചിമാർ, മാതാമ്മമാർ. ബാക്കി 10-16 പേർ വീട്ടുകാരുണ്ട്. അതെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള പിന്നെ കുറച്ച് 1-2 കേരളത്തിലുള്ളവരും കൂടെ കൂടിയുള്ള അവർ ഈ ആംഗ്ലിക്കൻ പള്ളി ചേർന്ന് ആരാധന നടത്തുന്നവരാണ്. ബാക്കി മുഴുവൻ തീർന്നു. അപ്പോൾ കുറേ നാൾ ഈ പള്ളി അടച്ചിടാൻ കാരണം എന്ന് വെച്ചാൽ ഈ പള്ളി കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മളിവിടുത്തെ പോലെ പള്ളിക്ക് അവിടെ ടാക്സൊക്കെ കൊടുക്കണം, മെയിൻ്റെനൻസ് ചെയ്യണം, ശമ്പളം കൊടുക്കണം. അതെല്ലാം ബുദ്ധിമുട്ട് വന്നപ്പോൾ വരുമാനം കുറഞ്ഞപ്പോൾ അവിടുത്തെ മെൽബൺ ആംഗ്ലിക്കൻ ഭദ്രാസനം ഡയസുകാർ പറഞ്ഞു നമുക്ക് ഈ പള്ളി എന്ത് ചെയ്തേക്കാം, അത് ആദായമല്ല, അല്ലെങ്കിൽ അത് നമുക്ക് കൊണ്ടുപോകാൻ പാടാണ്, അതുകൊണ്ട് നമുക്ക് അത് വിറ്റേക്കാം എന്ന് പറഞ്ഞു. കാരണം ആൾക്കാരില്ല, അതുകൊണ്ട് വിറ്റേക്കാം. പല പള്ളികളും എന്ത് ചെയ്യുന്നു, നമ്മൾ കേട്ടിട്ടുണ്ട്, വിദേശങ്ങളിലേക്ക് ധാരാളം പള്ളികൾ എന്ത് ചെയ്യുന്നു, വിറ്റ് പോകുന്നു. സംഭവം യാഥാർത്ഥ്യമാണ്. ഇതിങ്ങനെ സംഭവിക്കുന്ന ആൾക്കാർ ആരാധനയ്ക്കില്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, വിറ്റ് പോകുന്നു. അപ്പം അങ്ങനെ ഇത് വിൽക്കാനായിട്ട് ഇട്ടിരുന്നു. വിൽക്കാനായിട്ട് ഇടപ്പോൾ ഈ 2 ലേഡീസ് അവർ പറഞ്ഞു ഒരു കാരണവശാലും ഇത് വിൽക്കാൻ പറ്റത്തില്ല. അവർ ഡയസൻ ഓഫീസിന് മുമ്പിൽ നിന്ന് പോയി അവിടെ സത്യാഗ്രഹം കിടന്നു. അതുകൊണ്ട് അവിടുത്തെ അന്നത്തെ ബിഷപ്പ് പറഞ്ഞു ശരി വിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ ഇട്ടിരുന്നു. വല്ലപ്പോഴും എന്ത് ചെയ്യുക, അച്ഛന്മാരാരെങ്കിലും വിട്ട് ആരാധന എടുക്കും, അവർ ആരാധന കൂടും പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ നമ്മുടെ മലയാളി CSIക്കാർ പള്ളി അന്വേഷിച്ച് ചെല്ലുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പള്ളി ഉണ്ടെന്ന് അറിയുകയും അവരവിടെ ആരാധനയ്ക്ക് ആ പള്ളി ഉപയോഗിക്കാൻ തുടങ്ങി. ഒരു ഗുണം നമ്മളെ സംബന്ധിച്ചുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളിയും CSIയെ സംബന്ധിച്ചുള്ള ഗുണം, ആ പള്ളി നമുക്ക് ഉപയോഗിക്കാം, പാഴ്സനേജ് ഉണ്ട് അത് ഉപയോഗിക്കാം, ആ കോമ്പൗണ്ട് മുഴുവൻ ഉപയോഗിക്കാം. ഒറ്റ കണ്ടീഷനുള്ള ഇത്തവണ നമ്മൾ ബിജുവച്ചനെ വെച്ചപ്പം അവിടുത്തെ പാർക്കർ എന്ന് പറഞ്ഞ ബിഷപ്പ് പറഞ്ഞു ഞങ്ങളുടെ ആരാധനയും കൂടെ ആ അച്ഛനെ എടുക്കണം, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അച്ഛനെ വെച്ച് കൊണ്ടുപോകാനുള്ള ഇതില്ല. അപ്പം അങ്ങനെ സമ്മതിക്കുവാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പള്ളി തരത്തുള്ളൂ. അങ്ങനെ ഒരു എഗ്രിമെൻറ്റിലെത്തി. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് പറയുക ബിജോയച്ചൻ മലയാളം പള്ളിയുടെ അച്ഛനാണ്, ആംഗ്ലിക്കൻ പള്ളിയുടെയും അച്ഛനാണ്. അപ്പം ഞാൻ പറഞ്ഞത് ആ 2 പേരും കൂടെ പോയി കഴിഞ്ഞാൽ ആംഗ്ലിക്കൻ്റെ ആരാധന എങ്ങനെയാവും എന്ന് അറിയത്തില്ല. ഇവർ പറയും ഇവർ ഞങ്ങൾ തീർന്നു, ഇനി നിങ്ങൾ ആരെങ്കിലും പൊക്കോന്ന് ചോദിച്ചാൽ അങ്ങനെ പറയും, അല്ല നമ്മൾ ആ പള്ളി തന്നെ എടുക്കേണ്ടതായിട്ട് വരും. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളികൾ ഇല്ലാതെ പോകുന്നത്, നിന്ന് പോകുന്നത് എങ്ങനെയാണ്, വിശ്വാസികളില്ലാതെ പോകുന്നത്. ചോദ്യം അവിടെ കിടക്കുന്നു, ഇവർ 2 പേരും മാത്രം ശേഷിക്കാൻ എന്താണ് കാരണം? ധാരാളം ആൾക്കാരുണ്ടായിരുന്നു, അങ്ങനെ പള്ളി അവിടെ ഉണ്ടായതല്ലേ. അവരെല്ലാം എവിടെ പോയി? അവർക്ക് മക്കളില്ലായിരുന്നു, അവരുടെ മക്കളില്ലായിരുന്നു, ഇവർക്ക് മക്കളില്ലേ. 2 പേർക്ക് മക്കളുണ്ടായാലും ഒരു മദാമ്മയുടെ മകൾ അവർ ഒരു അച്ഛനാണ്, ആംഗ്ലിക്കനിലെ തന്നെ ഒരു അച്ഛനാണ്, ഒരു വേറെ സ്ഥലം സൃഷ്ടിക്കുന്നു. പക്ഷേ ആളില്ല. എന്ത് ചെയ്യുന്നു, തലമുറകൾ എന്ത് ചെയ്യുന്നില്ല, പള്ളിയിലേക്ക് വരാത്തതുകൊണ്ട് പള്ളി ആവശ്യമില്ലാത്തൊരു കാര്യമായിട്ട് മാറുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇതാണ്, സഭയുമായിട്ട് ദൈവവുമായിട്ട് എത്രമാത്രം ജനങ്ങൾ തലമുറയായിട്ട് അടുത്ത് നിൽക്കുന്നു അത്രത്തോളം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഒരു ആലയത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് നമ്മൾ മറന്നു പോകരുത്. ആലയം എത്ര വലുതാണെങ്കിലും എത്ര മനോഹരമാണെങ്കിലും അത് നിലനിൽക്കണമെങ്കിൽ അവിടെ ദൈവ ആലയമായതുകൊണ്ട് ദൈവമക്കൾ അവിടെ ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട പള്ളികളിൽ ഒരു പള്ളിയാണ് ഏത്, നമ്മുടെ ദേവാലയം. ആദ്യത്തെ പള്ളി എന്ന് പറഞ്ഞാൽ കൊന്നത്തടി ദേവാലയമാണ്. അതിനുശേഷമാണ് ഈ ദേവാലയം ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ദേവാലയം ഇവിടെ ഉണ്ടായപ്പോൾ അന്ന് കുറേ അധികം ആളുകൾ ഉണ്ടായിരുന്നു. പിന്നീട് പല കാരണങ്ങളാൽ ആൾക്കാർ അങ്ങോട്ട് സ്ഥലം വിറ്റുപോയി, കുറച്ച് പേര് വന്നു, കുറേ പേര് ദൂരദേശങ്ങളിലേക്ക് താമസം മാറ്റി. അങ്ങനെ വന്ന് അന്നത്തെ കാലത്ത് മനോഹരമായ ബലവത്തായ ഒരു ദേവാലയം ഉണ്ടാക്കുവാൻ നമ്മുടെ പിതാക്കന്മാർക്ക് ഇടയായി തീർന്നു. വളരെ മനോഹരമായ ബലവത്തായ ഒരു പാഴ്സനേജ് അക്കാലത്ത് ഉണ്ടാക്കാൻ ഇടയായി തീർന്നു. കാലാകാലങ്ങളിൽ അച്ഛന്മാർ വന്നു, സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടായ ചില കാലഘട്ടങ്ങളിൽ വളരെ കഷ്ടപ്പെട്ട് അച്ഛന്മാരിവിടെ വേല ചെയ്തു, ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ദേവാലയം ഒന്ന് പുതുക്കിപ്പണി. നമ്മളതിൻ്റെ അവസ്ഥയ്ക്ക് ഞാൻ പറയാൻ അറിയാം. അങ്ങനെ ഇപ്പോൾ ഉള്ള തലമുറയെ നിങ്ങളുടെ ആ വലിയ ഒരു ആഗ്രഹവും നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും നിങ്ങളൊരു താല്പര്യവും എല്ലാം കണ്ട് മനസ്സിലിഞ്ഞ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു, ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കി. ഇത് ആലയം പണിയെന്ന് പറഞ്ഞ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? 2-3 വട്ടം എന്ത് ചെയ്തു, തിരിച്ചും മറിച്ചും ചോദിച്ചു, ഇതെങ്ങനെയാണ് പൈസ വരുന്നത്, ഇതെല്ലാം നടക്കുന്ന കാര്യമാണ്. അങ്ങനെ എല്ലാം ചോദിച്ച് അവസാനമാണ് ഇതിനൊരു അനുമതി എന്ത് ചെയ്ത് കൊടുത്തത്. മാത്രമല്ല കൂടെ ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങളും കൈക്കാരന്മാരും അതുപോലെ തന്നെ ബില്ലിങ്ങിന് പ്രത്യേകമായ ചുമതലയുള്ള ആൾക്കാരവിടെ വന്നു.
ഇന്ന കാര്യങ്ങളാണ്, അത് സാധിക്കും തീർച്ചയായിട്ടും. എല്ലാവരും വളരെ താല്പര്യപ്പെട്ട് നിൽക്കുന്നു. ഇവിടെ ഉള്ളവർ മാത്രമല്ല, ഇവിടുന്ന് ദൂരദേശങ്ങളിൽ താമസിക്കുന്ന സഭാമക്കൾക്കും വളരെ താല്പര്യമാണ് എന്നൊക്കെയും പറഞ്ഞ് അങ്ങനെയാണ് ഇതിന് ആലയത്തിൻ്റെ പണി ആരംഭിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഇന്ന് നമുക്ക് അതിൻ്റെ കട്ടളയും കൂടെ വെക്കാനായിട്ട് ഇടയായത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതുവരെ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിച്ചുവോ അതിനേക്കാൾ അപ്പുറമായിട്ട് എന്ത് ചെയ്യും, ഇനിയും എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കുക. കാരണം ദൈവത്തെ ആരാധിപ്പാനാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ ആലയം പണി കഴിയുമ്പോൾ ധാരാളം ആൾക്കാർ എന്ത് ചെയ്യണം, ഇവിടെ വരണം, ആരാധനയ്ക്കായിട്ട് വരണം. അതൊരു സാക്ഷ്യമാണ്. ആലയം എന്ന് പറയുന്നത് ഒരു സാക്ഷ്യമാണ്. വേദവസ്തുത്തിൽ നമ്മൾ വായിച്ചു വരുമ്പോൾ കാണാൻ സാധിക്കും, അയ്യോ യഹോവേ, അങ്ങയുടെ ആലയത്തെക്കുറിച്ച്, ആലയം അതിൻ്റെ അടയാളങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. അടയാളങ്ങളൊന്നുമേ കാണുന്നില്ല. അങ്ങയുടെ കൊടി അടയാളങ്ങളൊന്നുമേ കാണുന്നില്ല. ആലയത്തിൻ്റെ ഒരു അംശങ്ങളും കാണുന്നില്ല, ലക്ഷങ്ങളൊന്നും കാണുന്നില്ല. എല്ലാം എന്ത് ചെയ്തിരിക്കുന്നത്, എല്ലാ ശത്രുക്കൾ അടിച്ചു പൊടിയാക്കി തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. ആൾക്കാർക്കും അതിനെക്കുറിച്ച് എന്തില്ല, ഒരു ചിന്തയില്ല എന്ന് പറഞ്ഞ് ഒരു വിലപിക്കുന്ന ഒരു ഭക്തനെ നമുക്ക് കാണാൻ സാധിക്കും. വേറെ ഒന്നുമല്ല, അത് എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ആ ഒരു ബന്ധം നമ്മൾ സൂക്ഷിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു, അവരെ കാണുന്നു എന്നുള്ളതാണ്, അവരത് നോക്കുന്നു. അപ്പോൾ നമ്മുടെ മേൽ, നമ്മുടെ തലമുറയുടെ മേൽ അനുഗ്രഹം പകരാൻ ആലയം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്നു. കുട്ടികളെ, നമ്മുടെ തലമുറയെ വിശ്വാസം പഠിപ്പിക്കാൻ, വിശ്വാസം നിലനിർത്താൻ, നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ, നമ്മുടെ വിശ്വാസത്തിന് പ്രതീകമായി ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ, അതെല്ലാം ആലയമാണ്. ദൃശ്യമായ ആലയം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമുക്കങ്ങനെ ആയി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ചുറ്റുപാടൊക്കെയും ഉള്ള ദേവാലയങ്ങളൊക്കെയും പുതുക്കിപ്പണത് കൊണ്ടിരിക്കുന്നു, ചിലത് പുതുക്കിപ്പണത് കഴിഞ്ഞിരിക്കുന്നു. നമുക്കും കാലാനുസൃതമായി വളരെ ഭംഗിയായ ഒരു ആലയം തീർപ്പാൻ ദൈവം ഇടയാക്കിയിരിക്കുന്നു. ഇതിനുവേണ്ടി അധ്വാനിക്കുകയും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന, ഇതിനുവേണ്ടി സംഭാവനകൾ ചെയ്യുന്ന എല്ലാ സഭാമക്കളെയും, നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. അതെല്ലാം ദൈവം കാണുന്നുണ്ട്. ദൈവം നിങ്ങൾക്ക്, നിങ്ങളുടെ മേൽ, നിങ്ങളുടെ തലമുറകളുടെ മേൽ അനുഗ്രഹത്തെ പകരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് വളരെ വളരെ ചുരുക്കമായിട്ടുള്ള വളരെ ചെറിയൊരു ശുശ്രൂഷയാണെങ്കിൽ പോലും ഇത്രയും പേര് താല്പര്യപ്പെട്ട് വന്നതിൽ അതിയായ സന്തോഷം. ദൈവം നിങ്ങളെയും ഈ സഭയെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ നേരത്തെ എന്നോട് പറയുകയും കാര്യങ്ങൾ ഡേറ്റ് കുറിപ്പിക്കുകയൊക്കെയും ചെയ്ത പ്രിയമുള്ള നമ്മുടെ ജേസൻ അച്ഛനും ഈ സഭയുമായിട്ട് വളരെ ബന്ധമുള്ള ആദ്യം ഞാനിവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞതാണ്. അച്ഛൻ്റെ പപ്പ ഇവിടെ താമസിച്ച ദൈവത്തിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷകൾ ചെയ്തതാണ്. അതൊക്കെ ഞാൻ സമയത്ത് ഓർക്കുന്നു. പ്രായമുള്ള ആളുകൾ ഉണ്ട് ഇതിന്, വളരെ ഇന്നിപ്പോൾ വരാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, ഇന്നിപ്പോൾ വന്നിട്ടുള്ള പ്രായപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. യുവജനങ്ങൾ വന്നിരിക്കുന്നു, വളരെ വളരെ സന്തോഷം. നിങ്ങളിലൂടെയാണ് ആ സഭ നിലനിൽക്കേണ്ടത്. വളർന്നു വരുന്ന പിഞ്ചുകുഞ്ഞുങ്ങളും അത് കണ്ട് ദൈവപക്ഷം ചേർന്ന് നിൽപ്പാൻ തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഞാൻ ഈ സമയത്ത് നിരയും ചെയ്യുന്നു. പ്രത്യേകിച്ച് അച്ഛനും ഇതിൻ്റെ ചുമതലക്കാരൊക്കെ എല്ലാവർക്കും പ്രത്യേകമായി നന്ദി സ്നേഹ സമയത്ത് അറിയിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഒരു നിമിഷം കൂടെ നമുക്ക് തലയിളമണക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഇപ്രകാരം ഞങ്ങളുടെ ആയുസ്സിൽ ഒരു സന്തോഷവേള തന്ന കൃപയ്ക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ പണിയുന്ന ആ ആലയത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തി പണികൾ പുരോഗമിപ്പാനും ഇന്ന് അതിൻ്റെ കട്ടള വെപ്പാനും പണികൾ തുടരുവാനും അങ്ങ് സാവകാശം തന്ന കൃപയ്ക്കായി സ്തോത്രം. അതിനുള്ള എല്ലാ മുഖാന്തരങ്ങളെയും അങ്ങ് ഒരുക്കിയതിനായി നന്ദിയോടെ സ്തോത്രം. സഭാമക്കളെയും ചുമതലക്കാരെയും പ്രിയപ്പെട്ട അച്ഛനെയും അവരെല്ലാം പേരുപേരായ കുടുംബമായിട്ടവിടെ അനുഗ്രഹിക്കണം. പണിയിൽ ഏർപ്പെടുന്നവരെ, ചുമതലപ്പെട്ടവരെ, നേതൃത്വം കൊടുക്കുന്നവരെ, അതിൻ്റെ എഞ്ചിനീയേഴ്സിനെ, ഡിസൈൻ ചെയ്തവരെ എല്ലാവരും ഒരുപോലെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ഇപ്പോൾ കാലവർഷത്തിൻ്റെ സമയങ്ങളൊക്കെ ആകുന്നുവല്ലോ. കാലവർഷക്കെടുതിയിൽ ഞങ്ങൾ ഈ ദേശത്തെ കർത്താവെ അങ്ങനെ രക്ഷിച്ചു കൊള്ളണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ ആകമാനമായിട്ട് അനുഗ്രഹിക്കണം. മൗത്തുങ്ക് മാത്രം എടുക്കണമേ. യേശുനാഥ് പ്രാർത്ഥിക്കുന്നതായിട്ട് കേൾക്കണമേ. ആമേൻ. അച്ഛനൊരു വാക്ക് പറയും, അതിനുശേഷം നമുക്ക് പ്രാർത്ഥിച്ച് ഈ സെഷൻ ഇവിടെ തന്നെ അവസാനിക്കുന്നതാണ്. ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വളരെ സന്തോഷമുള്ള ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു സമയം ദൈവം നമുക്ക് വേർതിരിച്ചു തന്നു. നമ്മളുടെ ആഗ്രഹം പോലെ, നമ്മുടെ പ്രാർത്ഥന പോലെ, നമ്മുടെ പരിശ്രമങ്ങൾ പോലെ പുതിയ ദേവാലയത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ ദൈവം നമ്മെ സഹായിച്ചു. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വേഗത്തിൽ ഇത്രയും കാര്യങ്ങൾ എത്തിക്കുവാൻ കഴിഞ്ഞ ഒരു വലിയ ദൈവകൃപയാണെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ദൈവം നമ്മുടെ മുൻപിൽ ഓരോ കാര്യങ്ങളും ചെയ്തു തരുന്നത്. തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന കൊണ്ടും അതുപോലെ നമ്മളിൽ നിന്ന് വിദൂരങ്ങളിലായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന കൊണ്ടും അവരുടെ പിന്തുണ കൊണ്ടും ഒക്കെ തന്നെയാണ് ഇത്രമാത്രം കാര്യങ്ങൾ നടന്നു തന്നത് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. പ്രത്യേകിച്ച്
നമ്മളുടെ പുതിയ ദേവാലയത്തെ നിർമ്മാണത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയത് അഭിവന്ദ്യ തിരുമേനിയാണ്. കാരണം നമുക്കറിയാമല്ലോ, ഒരു സഭയുടെ അധികാരി എന്നത്, ഒരു ദേവാലയത്തിന്റെ അധികാരി എന്നത് ബിഷപ്പാണ്. അതുകൊണ്ട് പുതിയ ദേവാലയത്തിന്റെ പണികാര്യങ്ങളെ കുറിച്ച് നമ്മൾ തിരുമേനിയുമായി മുന്നമേ തന്നെ നമ്മൾ ആലോചിച്ചു. നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. തിരുമേനി നമ്മളോട് അന്ന് പറഞ്ഞത് നമ്മുടെ എസ്റ്റിമേറ്റ് എമൗണ്ടിന്റെ പകുതി കണ്ടെത്തണം എന്ന് തന്നെയാണ് നമ്മളോട് പറഞ്ഞത്. അപ്രകാരം നമ്മളത് കണ്ടെത്തിയതിനു ശേഷമാണ് നമ്മൾ അഭിവന്ദ്യ തിരുമേനിയെ വീണ്ടും പോയി നമ്മൾ സമീപിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് പഴയ ദേവാലയം പൊളിക്കുവാനും അതിന്റെ വിടവാങ്ങൽ നടത്തുവാനും പുതിയ ദേവാലയം പണിയുവാനുള്ള പെർമിഷൻ നമുക്ക് നൽകുകയുണ്ടായി. അപ്രകാരം കഴിഞ്ഞ ജനുവരി മാസത്തിൽ അഭിവന്ദ്യ തിരുമേനി പഴയ ദേവാലയത്തിന്റെ വിടവാങ്ങൽ ശുശ്രൂഷയും അതുപോലെ പുതിയ ദേവാലയത്തിന്റെ തറക്കല്ല് നമുക്ക് പ്രതിഷ്ഠിച്ച് തന്നു. നമുക്ക് താൽക്കാലികമായി ചാപ്പലിന്റെ പ്രതിഷ്ഠയും നടത്തി ശുശ്രൂഷകൾ നിർവഹിച്ച് അഭിവന്ദ്യ തിരുമേനി നമുക്ക് തന്നു. അതിനുശേഷമുള്ള പണി എത്ര വേഗത്തിലായിരുന്നു. പ്രിയ ജെയ്സൺ സാറും അവര് ഡ്രീം ഹോം ബിൽഡേഴ്സുമായി നമ്മൾ കരാർ ഒപ്പുവെക്കുകയും അവരുടെ നേതൃത്വത്തിൽ പണി പിന്നീട് ആരംഭിക്കുകയും ചെയ്തു. അതെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ആ ദിവസങ്ങളെല്ലാം കഴിഞ്ഞു പോയത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുകയും ഇവിടെ അല്ലെങ്കിൽ പോലും മറ്റ് എവിടെയെങ്കിലും വെച്ചാണെങ്കിലും അഭിവന്ദ്യ തിരുമേനിയെ കണ്ടു കഴിഞ്ഞാലും ഇവിടങ്ങളൊക്കെ ചോദിച്ചറിയുകയും വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ചെയ്തത് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. പ്രത്യേകിച്ച് അഭിവന്ദ്യ തിരുമേനി നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട് ഇത്രയും ഞാൻ പറഞ്ഞു, നമ്മുടെ ഇത്രയും ഗ്രൗണ്ട് ഒരു വലിയൊരു ഗ്രൗണ്ടായി എന്ന് പറയുമ്പോൾ അത് നല്ല കാര്യമാണ് അത് ചെയ്തത്. കാരണം ഇതിപ്പോഴേ നമുക്കത് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് തിരുമേനി അന്ന് പറഞ്ഞത്, പ്രോത്സാഹിപ്പിച്ചതൊക്കെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. അഭിവന്ദ്യ തിരുമേനിയോട് കട്ടളവെപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തിരുമേനി നമുക്ക് സമയം നൽകുകയും അത് എത്ര വേഗത്തിൽ തന്നെ ചെയ്യണം എന്ന് ഞാൻ തിരുമേനിയോട് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതിന് തക്കവണ്ണം എത്ര വേഗത്തിൽ തിരുമേനി നമുക്ക് സമയം നൽകുകയും ഇന്ന് കാലാവസ്ഥ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടോ അഭിവന്ദ്യ തിരുമേനി ഇന്ന് വളരെ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നു നമ്മുടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. അഭിവന്ദ്യ തിരുമേനിയോടുള്ള ഹോളി ഇമ്മാനുവേൽ സേഫ്റ്റി ദേവാലയത്തിന്റെ പേരിലും ചർച്ച് കമ്മിറ്റിയുടെ പേരിലും ബിൽഡിംഗ് കമ്മിറ്റിയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലുമുള്ള നന്ദി സ്നേഹത്തിന് ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ പ്രിയപ്പെട്ട കൊച്ചമ്മ ഡാലി കൊച്ചമ്മ നമ്മോടൊപ്പം ഉണ്ട്. അഭിവന്ദ്യ തിരുമേനിയോടൊപ്പം പ്രിയ കൊച്ചമ്മയും കടന്നു വന്നു. നമ്മൾ ചൊവ്വൂര് ആ ഭാഗങ്ങളിലൊക്കെ നമ്മളുടെ ദേവാലയത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി പോയപ്പോൾ വളരെ നല്ലൊരു പിന്തുണ കൊച്ചമ്മയും കൊച്ചമ്മയുടെ കുടുംബാംഗങ്ങളും നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കൊച്ചമ്മയുടെ സാന്നിധ്യം ഏറെ സന്തോഷകരമാണ്, ഏറെ അനുഗ്രഹമാണ്. പ്രിയപ്പെട്ട കൊച്ചമ്മയോടുള്ള നന്ദി സ്നേഹത്തെയും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട ജർമോസ തിരുമേനിയുടെ സാന്നിധ്യമാണ്. പ്രിയ ജർമോസിനോടുള്ള നന്ദി സ്നേഹത്തെയും ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ കടന്നു വന്ന നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി സ്നേഹത്തെയും അർപ്പിക്കുന്നു. നമ്മുടെ എഞ്ചിനീയർ യൂസുത്താര പുറത്താണ്, അദ്ദേഹം കടന്നു വരുന്നുണ്ട്. പ്രിയപ്പെട്ട ജെയ്സൺ സാറ് നമുക്ക് വേണ്ടി എഗ്രിമെന്റ് വെക്കുകയും ദേവാലയത്തിന്റെ പണി കാര്യങ്ങൾ ഇത്രമാത്രം എത്തിക്കുകയും ചെയ്തു. നമ്മളുടെ ആവശ്യങ്ങളൊക്കെ കേട്ട്, നമുക്കറിയാമല്ലോ ഒരു പള്ളി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പ്രസ്ഥാനമല്ല, ഒരു സമൂഹത്തിന്റെ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാവരുടെയും ആശങ്കകൾ ദൂരീകരിച്ച് തന്നെയാണ് പ്രിയപ്പെട്ട ജെയ്സൺ സാർ നമുക്ക് വേണ്ടി പ്ലാൻ തയ്യാറാക്കി തന്നത്. അതുകൊണ്ട് തന്നെ ഒരു മനോഹരമായ ഒരു എലിവേഷൻ നമുക്ക് ലഭിച്ചു. നമ്മളുമായി പലതവണ ആശയവിനിമയം നടത്തി. ഓൺലൈനിൽ പല മീറ്റിങ്ങുകളിലും സാറ് പങ്കെടുത്തു. അതുപോലെ തന്നെ ഇവിടെ വന്ന് പല മീറ്റിങ്ങുകളിലും പങ്കെടുത്തു. അതിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രമാത്രം എഫേർട്ട് എടുക്കുന്ന ഒരു ദേവാലയത്തിന് ഇത്രമാത്രം എഫേർട്ട് എടുക്കുന്ന ഒരു വ്യക്തി ഉണ്ടോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇപ്പോഴോട് സെന്റ് ജോസഫ് ചർച്ചിലെ വികാരിയെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു ആരാണ് പണിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ജെയ്സൺ സാറാണ് പണിയുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹവും പണി ഏൽപ്പിച്ചിട്ടുണ്ട്, വളരെ നല്ല രീതിയിൽ പണിയുന്ന ഒരു വ്യക്തിയാണ് ജെയ്സൺ എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇത്രമാത്രം എത്തിച്ചത് പ്രിയപ്പെട്ട ജെയ്സൺ സാറിന്റെ ഒരു കഴിവാണ് എന്ന് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത്. ഒരു പക്ഷേ മറ്റാരെങ്കിലും ഒക്കെ ആയിരുന്നു ഒരു എമൗണ്ട് ആകുമായിരുന്ന സ്ഥാനത്താണ് സാർ നമുക്ക് വേണ്ടി ഒരു മിതമായ ബഡ്ജറ്റിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഒരു പ്ലാൻ എടുക്കുകയും
ഇത്രമാത്രം അതിനുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പ്രിയപ്പെട്ട ജേസൺ സാറിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്നത്തെ ക്രമീകരണങ്ങളെല്ലാം പ്രിയപ്പെട്ട ജേസൺ സാറാണ് ചെയ്തു തന്നത്. അതുപോലെ ജേസൺ സാറിനോടൊപ്പം അസോസിയേറ്റ് ചെയ്യുന്ന ഡോണയുണ്ട്. അതുപോലെ തന്നെ ജേസൺ സാറിനോടൊപ്പം വർക്ക് ചെയ്യുന്ന കോൺട്രാക്ടർ ബൈജു ചേട്ടനുണ്ട്. എബിനാസർ കൺസ്ട്രക്ഷൻ അവർ വെളിയിലാണ്. അതോടൊപ്പം പണി ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. മേസ്തിരി ദേവൻ, അതുപോലെ ആശാരി മണി, അവരെല്ലാവരും കടന്നു വന്നിട്ടുണ്ട്. അവരെ പുറത്താണ്. അതിനുള്ള സ്നേഹത്തെ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ കടന്നു വന്ന എല്ലാവരോടുമുള്ള നന്ദി സ്നേഹത്തെയും അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളായി കടന്നു വന്ന പ്രിയപ്പെട്ടവരുണ്ട്. അതുപോലെ ദൂരെ യാത്ര ചെയ്ത് നൂറ്റാണ്ടുകൾ കടന്നു വന്നിട്ടുണ്ട്. കമ്മിറ്റി അംഗങ്ങൾ, ബിൽഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ ചർച്ച കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരോടുമുള്ള സ്നേഹത്തെയും അർപ്പിക്കുന്നു. അതോടൊപ്പം എന്നോട് ചേർന്ന കാര്യത്തിൽ പിന്തുണ തരുന്ന എൻ്റെ കുടുംബാംഗങ്ങൾ ഇതിനോടുമുള്ള സ്നേഹത്തെ ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. നമുക്ക് ദർശനം സ്തോത്ര നന്ദിയോടെ ഞാൻ സ്തുതി പാടിവിടുന്നുള്ള ആ പുനർഗാനത്തിൻ്റെ 2 ചരണങ്ങൾ പാടാം. പാടിയതിന് ശേഷം പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥിച്ച് നമ്മളിവിടെ ആശീർവാദം പറഞ്ഞ് ഇവിടെ തന്നെ സമാപിക്കുന്നതാണ്. പാട്ട് പാടുന്ന സമയത്ത് സാധാരണ എന്തെങ്കിലും കാഴ്ചകളൊക്കെ ഇടുന്ന അങ്ങനെ താല്പര്യപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, ഇവിടെ പാത്രം വെച്ചിട്ടുണ്ട്, ഇടാം എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു. ഓടെ ഞാൻ ഈ നല്ല പ്രഭാതത്തിനായി നന്ദിയെടുത്ത് രാമദേശിക്കുന്നു. കർത്താവെ കഴിഞ്ഞ നാളെ കർത്താവടി എന്നെ ഒരുപാട് വഴിയാണ് എല്ലാ പ്രദേശവുമായി നന്ദിയെടുത്തിരിക്കുന്നു. കർത്താവെ വിശേഷ കർത്താവ് എൻ്റെ തന്നെ കടന്നു വരുവാൻ കർത്താവ് എൻ്റെ ആലയത്തിൻ്റെ പണി കർത്താവ് എൻ്റെ കട്ടൽ വരുത്താൻ കർത്താവോട് സഹായിച്ചനായി നന്ദിയെടുത്തിരിക്കുന്നു. കർത്താവെ പ്രിയതിരുവേനിയും കൊച്ചമ്മയും കർത്താവിൻ്റെ കാര്യങ്ങൾ താമസിക്കുന്നു. ദൈവമേ എൻ്റെ ദാസന്മാരുടെ യാത്രയിൽ കൂടി ഉണ്ടായിരുന്നു. ദൈവമേ ഈ ആലയത്തിൽ കടന്നു വരുവാട് വരുവാനിച്ച് വൻകൃതയ്ക്കാണ് നന്ദിയെടുത്തിരിക്കുന്നു. എനിക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവോട് ജാന്മാനാൻ്റെ ദാസനെ സംശോധന കാര്യത്തിൽ കർത്താവോട് കൃപ കൂടുതൽ ഉണ്ടായിരിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചമ്മയ്ക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതിനുള്ള യാത്രയൊക്കെ കൂടി ഉണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ സഭയിൽ ഉപയോഗിക്കുന്ന അവിടെ യാത്രയും കൊച്ചമ്മയും കഴിയുന്നേയും മാതാവിനെയും കർത്താവിൻ്റെ കാര്യങ്ങളിൽ ലഭിക്കുന്ന കർത്താവിൻ്റെ മക്കളെ അനുഗ്രഹിക്കണം. അവിടുത്തെ ബുദ്ധി ജ്ഞാനം കൊണ്ട് നടക്കണം.
ഈ കാലഘട്ടത്തിൽ കർത്താവ് അവിടുത്തെ വലിയ അധികം ആവശ്യമുള്ള സമയമാണ് കർത്താവ്. എല്ലാത്തിനോട് ബലപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. ദൈവയുടെ ഞങ്ങളുടെ പണി അവിടുത്തെ വൃത്തിയാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ആർക്കും കട്ടറവ് മാത്രം നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ കർത്താവ് ദൈവനെ കൊണ്ടുള്ള പണികളെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. പണിക്കായി കടന്നു വരുന്ന മക്കളെ അനുഗ്രഹിക്കണം, സ്ത്രീമാരെ അനുഗ്രഹിക്കണം. കർത്താവ് സഭയിൽ പഠിക്കുന്ന എല്ലാ ജനങ്ങളെയും കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ചെയ്യുന്ന കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രയോഗിക കാലാവസ്ഥയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും കർത്താവ് ഇത്രയും പേർക്ക് കർത്താവ് എങ്ങനെ ആഴ്ച കിടന്ന വ്യവസ്ഥകളായിട്ടില്ലോ നന്ദിയുടെ സൂചിക്കുന്ന കർത്താവ് ഞങ്ങളുടെ ഭാവി കാര്യങ്ങളെല്ലാം കർത്താവിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ കാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരെ ഓർക്കുവാനും കർത്താവ് ഞങ്ങളുടെ കർത്താവരുടെ ഭാവിയെത്തിക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ ഓർക്കുവാൻ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ചെറുപേരുകളെയും ചെറുപ്പക്കാരെല്ലാം കർത്താവിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. എൻ്റെ മക്കളെല്ലാവരും അനുഗ്രഹിക്കണം. ആരാധനാശീലമുള്ള മക്കളാതിനെ മക്കളെ രൂപാന്തപ്പെടുത്താൻ ഞങ്ങളുടെ അടുത്ത് കിടന്ന് വരുവാനും നിർത്തിപ്പാനും മാറ്റപ്പെടുത്താനും ഒക്കെ ഇടയാക്കണം. ഞങ്ങളുടെ മഹാടേക്കായി പ്രത്യേകം പ്രാർത്ഥിക്കണ്ടേ. നമ്മുടെ ദൈവമായ ആവശ്യങ്ങളെ ദൈവമായിരുന്നല്ലോ. പ്രതികൂല കാലാവസ്ഥയ്ക്ക് ഉണ്ടെങ്കിലും ദൈവം വഴിയിടുന്നു. നിങ്ങളൊക്കെയായി നമ്മൾ ശ്രമിക്കുന്നു. ഞങ്ങളുടെ നാട് പിടിക്കുന്ന എല്ലാ സ്കൂളുകളെയും കോളേജിലെയും എല്ലാ പള്ളികളെയും എല്ലാ ജനങ്ങളെയും കർത്താവിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് അവിടെ അനുഗ്രഹിക്കണം. അവിടുത്തെ ഞങ്ങൾ വരുമ്പോഴും പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവ് അടിയങ്ങൾ വാനത്തിലേക്ക് കടന്നു പോകുന്നു. കർത്താവ് വീണ്ടും ഞങ്ങളുടെ ആലയത്തിൽ കടന്നു വരുന്നവരെ ഞങ്ങളെ അവിടെ വ്യക്തമായി കാത്തോളം പ്രാർത്ഥിക്കുന്നു. യാത്രകളൊക്കെ കൂടി ഉണ്ടായിരിക്കണം. വീണ്ടും കാര്യങ്ങളെ ഏൽപ്പിക്കുന്നു. നമുക്കുള്ള യാത്രയും കൂടി ഉണ്ടായിരിക്കണം. നമുക്ക് താമസിക്കുന്ന വാനത്തിലോളം കാത്തോളം പ്രാർത്ഥിക്കുന്നു. സകലവും പരിരക്ഷനായ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെയും കരുണയോടെയും കേൾക്കുമാറാകണമേ. ആശീർവാദം ഭർത്താവായ ശിംശാളിക്കവയും ദൈവത്തിൻ്റെ സ്നേഹവും പശുദ്ധാത്മാവിൻ്റെ കൂട്ടായി നമ്മോട് നമ്മോട്ട് പ്രാർത്ഥിച്ച സകല കാര്യങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ ദൈവവാടിൻ്റെ അതിമനോഹരമായ നിർമ്മാണത്തോടും മനോഹരമായ കൃത്യത്തോടും ഇവളെ നാം ഓരോരുത്തരും ഇന്നും നേരിട്ടിരിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളോട് കൂടി നമുക്ക് സമാധാനം.